ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. ജപ്പാൻ ഇതാ ഈ ഒരു ബ്രസീൽ ടീമിനെ നോക്കൌട്ട് സ്റ്റേജിൽ പുറത്താക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പ്രഡിക്ഷൻ ജർമ്മൻ എക്കണോമിസ്റ്റ് യോക്കിം ക്ലെമന്റേതാണ്. അദ്ദേഹത്തിന് മുന്നേയുള്ള പ്രഡിക്ഷൻസ് നമുക്ക് നോക്കാം. 2014 ജർമ്മനി വിന്നറാകുമെന്ന് പറഞ്ഞു, 2018 ഫ്രാൻസ് വിന്നറാകുമെന്ന് പറഞ്ഞു, 2022 അർജന്റീന, ദെൻ 2026 നെതർലാൻഡാണ് അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻ. അതുപോലെ തന്നെ ഈ ഒരു നോക്കൌട്ട് സ്റ്റേജിൽ ബ്രസീലിനെ ജപ്പാൻ തോൽപ്പിക്കുമെന്നും അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ജപ്പാൻ്റെ മുന്നേയുള്ള കുറച്ച് മാച്ചുകൾ എടുത്ത് നോക്കുമ്പോൾ ജപ്പാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്നുണ്ട്. നെതർലൻഡിനെതിരെ ആണെങ്കിലും ദെൻ സ്വീഡൻ, തുനീഷ്യ എല്ലാ ടീമിനെതിരെയും ജപ്പാൻ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ആ ഒരു മാച്ചുകളിൽ സമനില വന്നിട്ടുണ്ടെങ്കിലും ജപ്പാൻ്റെ പെർഫോമൻസ് എടുത്തു പറയാൻ പറ്റുന്ന പെർഫോമൻസ് തന്നെയാണ്. ഇനി ബ്രസീലിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൊറോക്കോക്കെതിരെ കളിച്ച ബ്രസീൽ ആ പഴയ ബ്രസീലല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ആ ബ്രസീൽ ടീമിൻ്റെ കളിയിലുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ മാച്ചിൽ ബ്രസീൽ ചെറിയൊരു പ്രതീക്ഷ ഫാൻസിന് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു മാച്ചിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ബ്രസീലിൻ്റെ കളികളിൽ വന്നിട്ടുണ്ട്. ഇനി ജപ്പാനും ബ്രസീലും തമ്മിലുള്ള മുന്നേയുള്ള ഫ്രണ്ട്ലി മാച്ചിൽ വിജയിച്ചിരിക്കുന്നത് ജപ്പാനാണ്. 3-2 ബ്രസീലിനെ ജപ്പാൻ ആ ഒരു കളിയിൽ പരാജയപ്പെടുത്തിയത്. പക്ഷേ അന്ന് ആ ജപ്പാനോട് തോറ്റ ബ്രസീൽ ടീമും ഇന്നത്തെ ബ്രസീലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അന്ന് കളിക്കാത്ത ഒരാൾ നാളെ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആ ഒരു മാറ്റം കൊണ്ട് ബ്രസീലിൻ്റെ കളികളിൽ മാറ്റം ഉണ്ടാവുമോ, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ജപ്പാൻ തന്നെ ജയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നാളെ കണ്ടറിയാം. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ.